TGS ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിയോറ കച്ചവടം പോലെ ഇരിക്കുക, അല്ലാണ്ട് പൂര കച്ചവടം പ്രതീക്ഷിക്കാൻ പറ്റില്ല. കിട്ടിയില്ലെങ്കിൽ പൂരം നടത്തിപ്പിൻ്റെ പേരിൽ ഇവർക്ക് വൻ തുക ഇവർക്ക് വിദേശത്തും മറ്റൊന്നും കിട്ടുന്നു. മനസ്സിലായി? അതിൻ്റെ മറപിടിച്ച് കച്ചവടക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവർ മുതലെടുക്കും. കരിയും മരുന്നുമില്ലാണ്ട് പൂരം ഭംഗിയായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വെടിക്കെട്ട് എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് തുടരാണ്ടിരിക്കാൻ പറ്റില്ല, അതൊരു ആചാരം കൂടിയാണല്ലോ. തിരിച്ചുകൊണ്ടുപോയി ഇനിയിപ്പോൾ വേറെ പരിപാടിയില്ല. അതായത് വേറെ വലിയ കച്ചവടങ്ങളൊന്നുമില്ല. ഈ ഉറുപ്പ സാധനം എടുത്തെന്ന് പറഞ്ഞാൽ ഒരു 1-1.25 റുപ്യക്ക് വിൽക്കേണ്ടതാണ്. ഇത് ഈ അപകടം ഉണ്ടായതുകൊണ്ടാണല്ലോ പൂരം ഇത്തിരി ശോഭം കുറഞ്ഞത്. TGS ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടും ആഘോഷങ്ങളെപ്പറ്റി ചർച്ച കഴിഞ്ഞ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് 15 മിനിറ്റ് മാത്രം കുടമാറ്റവും വെടിക്കെട്ട് ഇല്ല എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയുമാണ്. ഇത് കേൾക്കുമ്പോൾ വെടിക്കെട്ട് നിരോധിക്കണമെന്ന് പറയുന്ന ആളുകൾക്ക് ഇത് സന്തോഷമുണ്ടെങ്കിലും തൃശ്ശൂർ പൂരം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം അത്രമാത്രം ഈ തീരുമാനം ജനങ്ങളെയും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരെയും ബാധിച്ചിട്ടുണ്ട്. അലുവ, ചിപ്സ് വിൽക്കുന്ന കച്ചവടക്കാർ ഇതിനു വേണ്ടി മാത്രം ലക്ഷങ്ങൾ വായ്പയെടുത്ത് ഈ കച്ചവടത്തിനായിട്ട് ഇറങ്ങിയിട്ട് അവർ ഒന്നുമില്ലാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ നിൽക്കുന്ന ഈ സ്റ്റാള് മുഴുവൻ പണി കഴിച്ചിട്ടില്ല. ഈ സ്റ്റാളിൻ്റെ പകുതി പണി മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഈ സ്റ്റാള് മുഴുവിപ്പിക്കാത്തതിൻ്റെ കാരണം ഇനി ഇവിടെ കച്ചവടം ചെയ്ത് എന്താണ് അവർക്ക് പ്രയോജനമുണ്ടാവുക എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ്. പ്രധാനമായും അവർ പറയുന്നത് രാത്രിയാണ് ഈ കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. രാത്രി ഒരു 8 മണി തുടങ്ങി പൂരം കാണുന്ന ആളുകൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ നഗരത്തിൽ ചുറ്റിത്തിരിയുമ്പോഴാണ് കൂടുതൽ കച്ചവടം നടക്കുന്നത്. പക്ഷേ ഇനി അത്തരം കച്ചവടങ്ങൾ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഈ കച്ചവടം എങ്ങനെയെങ്കിലും കെട്ടിപ്പൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കച്ചവടം ചെയ്യുന്ന ആളുകളുമായിട്ട് ചോദിക്കാം, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തായാലും ഉണ്ടാവില്ല. കൊല്ലം കച്ചവടത്തിൻ്റെ കാര്യം ഒരു ഉറപ്പില്ല. കച്ചവടം വളരെ മോശമാണ്, ഉറപ്പ്. ഒന്നുമില്ലല്ലോ പരിപാടികൾ. ഈ സാധനങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതിനു വേണ്ടി തൃശ്ശൂർ പൂരം കണക്കായിട്ട് കൊണ്ടുവരണം. വാടകയുണ്ടോ ഇവിടെ? വാടക കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. കച്ചവടം കിട്ടില്ല, വെടിക്കെട്ടൊന്നും ഇല്ലല്ലോ. കഴിയോറ കച്ചവടം പോലെ ഇരിക്കുക, അല്ലാണ്ട് പൂര കച്ചവടം പ്രതീക്ഷിക്കാൻ പറ്റില്ല. കിട്ടിയില്ലെങ്കിൽ പൂരം നടത്തിപ്പിൻ്റെ പേരിൽ ഇവർക്ക് വൻ തുക ഇവർക്ക് വിദേശത്തും മറ്റൊന്നും കിട്ടുന്നു. മനസ്സിലായി? അതിൻ്റെ മറപിടിച്ച് കച്ചവടക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവർ മുതലെടുക്കും. കരിയും മരുന്നുമില്ലാണ്ട് പൂരം ഭംഗിയായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഡിജിറ്റലായിട്ട്. കാലങ്ങൾ മാറുന്നതനുസരിച്ച് ഇതൊക്കെ മാറാവുന്നതാണ്. മനസ്സിലായത്? അത് മാറാണ്ട് ഇവർ ഈ തൊടുനായം പറഞ്ഞുകൊണ്ട് ഈ നട്ടപ്പുറ വെയിലത്ത് ഈ പാവം മിണ്ടാപ്രാണീനെ അതിൻ്റെ പുറത്ത് 5-10 ആൾ കയറി ഇരുന്നിട്ട് എന്ത് ആചാരമാണ് ഇവർ പറയുന്നത് മനസ്സിലാവുന്നില്ല. കച്ചവടമൊക്കെ വളരെ മോശമാണ്, അത് വാങ്ങാനൊന്നും വരുന്നില്ല. ഈ പൂരം വെട്ടിക്കുറച്ചോടുകൂടിയിട്ട് ബുദ്ധിമുട്ടായി. ആകെ ഭയങ്കര കഷ്ടപ്പാടാണ്. ഈ സാധനങ്ങളൊക്കെ പൂരത്തിനായിട്ട് ഇറക്കിയതാണോ? അതെ, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം പുതിയ സാധനങ്ങളാണ്. അതിന് പൂരത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് ആരും ഓർക്കാപ്പുറത്തൊരു സംഭവം ഉണ്ടായതല്ലേ, അതാണ്. മറ്റേ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ നല്ല തിക്കും തിരക്കും വന്ന് നമുക്ക് കച്ചവടം ചെയ്യും. വന്ന വണ്ടിക്കൂലി ഇത് എന്തെങ്കിലും കുറച്ച് ഈ സാധനങ്ങൾ വിറ്റൊഴിവാക്കാൻ, കിട്ടിയ വിലയ്ക്ക് വിറ്റൊഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് ഈ പൂരമായിട്ടാണ് ഈ സാധനങ്ങൾ കൂടുതൽ ഇറക്കിയത്. എത്ര രൂപയുടെ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ടാവും? ഉറുപ്പ്യ 1.10. ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. തിരിച്ചുകൊണ്ടുപോയി ഇനിയിപ്പോൾ വേറെ പരിപാടിയില്ല. അതായത് വേറെ വലിയ കച്ചവടങ്ങളൊന്നുമില്ല. ഈ ഉറുപ്പ സാധനം എടുത്തെന്ന് പറഞ്ഞാൽ ഒരു 1-1.25 റുപ്യക്ക് വിൽക്കേണ്ടതാണ്. ഇതിപ്പോൾ മുതൽ കാശായി എന്ന് പറഞ്ഞാൽ ബാക്കി കത്തിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. ഈ വെടിക്കെട്ടില്ലാത്തതാണ് കൂടുതൽ ആകെ ബാധിച്ച്. ഇപ്പോൾ സാധനം ഇറക്കിയവർ ആരും റിട്ടേൺ കൊണ്ടുപോകില്ലല്ലോ, അവർ ലാസ്റ്റ് കച്ചവടമാണ്. പുതിയതായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ കച്ചവടത്തിന്? ഇനി വരുമോ? ഇന്നിപ്പോൾ വരേണ്ട കാര്യമൊക്കെ കഷ്ടമാണ്.
ഇതറിഞ്ഞവരാരും ഏൽപ്പിച്ച അഡ്വാൻസ് പോകല്ലുള്ളൂ. അതോടുകൂടി പിടുത്തം പെടും. അങ്ങനെ ഇതുണ്ടാവും. നഷ്ടം തന്നെയാണ് സംഭവം. കാരണം എല്ലാ മേഖലയിലും ബാധിക്കും. നേരത്തെ പറഞ്ഞോണം എല്ലാ ഇപ്പോൾ ഹോട്ടലിലും എല്ലാം ഇപ്പോൾ പലരും വന്നിട്ട് റൂം എടുത്ത് സ്റ്റേ ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടാവും പുറമെ ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഒരു അവസരം നഷ്ടപ്പെടാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ നിലയ്ക്ക് അതിൽ പങ്കുകൊള്ളാണ്ടും പറ്റില്ല. കാരണം നമ്മൾ വെടിക്കെട്ട് എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് തുടരാണ്ടിരിക്കാൻ പറ്റില്ല. അതൊരു ആചാരം കൂടിയാണല്ലോ. തൃശ്ശൂരിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒക്കെ ഒരു ആവേശം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പൂരം ഉണ്ടാവും തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. വെടിക്കെട്ട് എന്തായാലും ഈ പ്രാവശ്യം വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എൻ്റെയും ഉള്ളത്. ഞാനും അതിനോടൊപ്പം പങ്കുചേരുന്നത്. ഓക്കെ, പൂരത്തിനും ബാധിക്കും, ബിസിനസ്സിനും ബാധിക്കും, എല്ലാം മൊത്തത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് വെടിക്കെട്ട് ഇപ്പോൾ ഇത്രയും പേരും മരണപ്പെട്ടതല്ലേ, അതുകൊണ്ടൊരു അനുശോചനമായിരിക്കാം. വരും വർഷങ്ങളിൽ വെടിക്കെട്ട് വേണ്ട എന്നുള്ളൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ചിലവർക്ക് താല്പര്യം ഉണ്ടാവും വേണ്ടാന്ന് വയ്ക്കാനായിട്ട്, ചിലവർക്ക് താല്പര്യം ഉണ്ടാവും, അത് തീരുമാനിക്കട്ടെ. അല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഇപ്പോൾ ആരും വിചാരിച്ചില്ലല്ലോ. വെടിക്കെട്ട് ഇപ്പോൾ ഇത്രയും അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായത്. ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ എല്ലാ രീതിയിലും പൂരം നന്നാവേണ്ടതാണ്, നല്ല രീതിയിൽ നടക്കേണ്ടതാണ്. ഇത് ഉണ്ടായത്, ഈ അപകടം ഉണ്ടായത് കൊണ്ടാണല്ലോ പൂരം ഇത്തിരി ശോഭം കുറഞ്ഞത്.